ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് ഈ പറയുന്ന രീതിയിൽ ഒരു കർപ്പൂരം തെളിയിച്ചാൽ മഹാലക്ഷ്മി നിങ്ങളുടെ സകല സാമ്പത്തിക തടസ്സങ്ങളും കടബാധ്യതകളും ഒക്കെ മാറ്റിത്തരും, അല്ലെ മാറാൻ വേണ്ടി ഒരു വഴി കാണിച്ചു തരും. അങ്ങനെയുള്ള ഒരു കാര്യമാണ്. നമ്മളൊക്കെ വീട്ടിൽ കർപ്പൂരം തെളിയിക്കുമല്ലോ. അപ്പോൾ ഒരു കർപ്പൂരം ഈ പറയുന്ന രീതിയിൽ ഒന്ന് തെളിയിച്ചു നോക്കുക. മഹാലക്ഷ്മി തൽക്ഷണം തന്നെ അനുഗ്രഹം ഉണ്ടായി തുടങ്ങും. നമുക്ക് ഏതെങ്കിലും രീതി ഒരു സാമ്പത്തിക ഉയർച്ചയ്ക്കുള്ള കാര്യങ്ങൾ മഹാലക്ഷ്മി നമുക്ക് തരും. അപ്പോൾ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാവുന്ന കാര്യമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഈ കർപ്പൂരം തെളിയിക്കുന്നതെന്നുള്ളത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അതിലാണ് അതിൻ്റെ രഹസ്യമിരിക്കുന്നത്. അപ്പോൾ അത് വിശദമായിട്ട് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അതോടൊപ്പം ചില രഹസ്യ വിദ്യകളും പറഞ്ഞു തരുന്നുണ്ട്. മനസ്സിൻ്റെ യോഗയുടെ ചില രഹസ്യ വിദ്യകളും പറഞ്ഞു തരുന്നുണ്ട്. ഭദ്രകാളിയുടെ ചില രഹസ്യങ്ങളും പറഞ്ഞു തരുന്നുണ്ട്. അത് ഏതൊരാൾക്കും പ്രയോജനപ്പെടുന്ന കാര്യമാണ്. ഒരു കൊച്ചുകുട്ടി ആയിക്കോട്ടെ, ഒരു പ്രായമുള്ള ആളായിക്കോട്ടെ, ഒരു വിദ്യാർത്ഥി ആയിക്കോട്ടെ, ഒരു തൊഴിൽ ചെയ്യുന്ന ആളായിക്കോട്ടെ, ഏത് തൊഴിലും ചെയ്യുന്ന ആളായിക്കോട്ടെ, ഭദ്രകാളിയുടെ ചില കാര്യങ്ങൾ അറിയുന്നത് അവരുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും നേടിയെടുക്കാൻ വേണ്ടി ഉപകരിക്കും. അതുകൊണ്ട് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മുഴുവൻ കാണുക, ശരിയായിട്ട് മനസ്സിലാക്കുക. നിങ്ങളത് ശരിയായിട്ട് മനസ്സിലാക്കി ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന ഏറ്റവും വലിയ കാര്യമായിരിക്കും അത്. അപ്പം നേരിട്ട് ഞാൻ കൺസൾട്ടിങ് ഇല്ല, വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ. അതും ഇപ്പോൾ കുറച്ച് വർക്കുകൾ മാത്രമേ എടുക്കുന്നുള്ളൂ. ഒരുപാട് വർക്കുകൾ ചെയ്തു തീരാനുണ്ട്, അത് ചെയ്ത് തീർക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് കുറച്ച് വർക്കുകളെ എടുക്കുന്നുള്ളൂ. അതുപോലെ ചെയ്യുന്നത് നന്നായിട്ട് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഒരുപാട് ചെയ്യാനൊന്നും ഉദ്ദേശിക്കുന്നില്ല, ചെയ്യുന്നത് നന്നായിട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അങ്ങനെ അതിനൊരു സംതൃപ്തി വേണം, ആ കാര്യത്തിൽ എനിക്ക് നിർബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് വർക്കുകളെ എടുക്കുന്നുള്ളൂ. അപ്പോൾ ചെയ്യേണ്ട ഒരു വാട്സപ്പിൽ ഇടുക, ഫ്രീ ആകുമ്പോൾ റിപ്ലൈ തരും. എങ്ങനെ ചെയ്യുന്നതെന്ന് പറയും, കേട്ടിട്ട് ആവശ്യമുണ്ട് ചെയ്യുക, അല്ലെ ചെയ്യാതിരിക്കുക. ക്ഷേത്രത്തിലേക്കുള്ള നല്ല വഴിപാടുകളും ചൊല്ലേണ്ട മന്ത്രങ്ങളും, നല്ല മന്ത്രങ്ങൾ ചൊല്ലേണ്ട സമയവും ചൊല്ലേണ്ട രീതിയും അതിൻ്റെ പുറകിലുള്ള രഹസ്യങ്ങളും, ഭാഗ്യസംഖ്യ, ഭാഗ്യനിറം, വിളിക്കേണ്ട ദേവത, ക്ഷേത്രത്തിൽ വഴിപാടുകൾ ചെയ്യേണ്ട ദിവസം, ചെയ്യേണ്ട രീതി, ചെയ്യേണ്ട കണക്ക്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും പറയുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങളെ ഞാൻ പറയാറുള്ളൂ. അത് ഏതൊരാളുടെ ജീവിതത്തിൽ ഗുണം മാത്രം ചെയ്യുന്ന കാര്യങ്ങളാണ്. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല, കാരണം ഞാൻ എപ്പോഴും വർക്കിൽ തന്നെ ആയിരിക്കും. അപ്പം വേറൊരാളുടെ ഫോൺ എടുത്ത് വേറൊരു കാര്യം സംസാരിക്കാൻ പറ്റത്തില്ല. കാരണം ഒരാളുടെ വർക്ക് ചെയ്യുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അത് ശ്രദ്ധിച്ച് കഴിയുമ്പോഴേ അവർക്ക് നല്ല രീതിയിൽ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഇത് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട്. ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല, ഇതാണ് സാഹചര്യം, എടുക്കത്തില്ല, വർക്കുകൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അല്ലാത്ത സമയം ഞാൻ ക്രിയായോഗ പഠിച്ചതാണ്, എനിക്ക് യോഗ, പ്രാണായാമം, പല കാര്യങ്ങളും കാണും. അതുകൊണ്ടാണ് എടുക്കാത്തത്. നമുക്കൊരു ഡിസ്റ്റർബൻസ് ആകും. എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട്, എന്നിട്ടും വിളിക്കുന്നുണ്ട്. എനിക്കറിയത്തില്ല, മനസ്സിലാകാത്തിട്ടാണോ ഇനിയും ഇപ്പം അത് അറിഞ്ഞുകൊണ്ട് വിളിക്കുന്നതാണോ ഒന്നും എനിക്കറിയത്തില്ല. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട്. നിങ്ങൾക്ക് വല്ലതും വാട്സാപ്പിൽ ഇടുക, ഫ്രീ ആകുമ്പോൾ ഞാൻ റിപ്ലൈ തരും. അതെന്തായെന്ന് പറഞ്ഞാലും. അല്ലാതെ ആ സാഹചര്യം പറഞ്ഞില്ല, അത് മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ ഇനിയും വിഷയത്തിലേക്ക് വരികയാണ്. മുഴുവൻ കാണുക, അത് നിങ്ങൾക്ക് ഗുണം ചെയ്യും. അതേ നിങ്ങൾക്ക് ഗുണം ചെയ്യൂ. മുഴുവൻ കാണണം കേട്ടോ. വീട്ടിലെ വിളക്ക് തെളിയിക്കുമ്പോൾ നമ്മൾ ഇതുപോലെ തെളിയിച്ചു നോക്കുക. ശിവൻ്റെയും പാർവതിയുടെയും ഒരു ഫോട്ടോ ഇത് കണ്ടല്ലോ, ശിവനും പാർവതിയുമാണ്. അപ്പോൾ ഇത്രയും ഫോട്ടോ നിങ്ങളുടെയൊക്കെ വീടുകളിൽ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. അല്ലെ നമ്മൾ ഇതുപോലെ ഒരു ഫോട്ടോ മേടിക്കുക. ഈ ശിവൻ്റെയും പാർവതിയുടെയും ഫോട്ടോ വെച്ചിട്ട് ആ ഫോട്ടോയുടെ അടുത്തായിട്ട് മഹാലക്ഷ്മിയുടെ ഇങ്ങനെ ഒരു ഫോട്ടോ വെക്കണം. അത് ഞാനൊരു വലിയ ഫോട്ടോ മേടിച്ചതേ ഉള്ളൂ, നിങ്ങൾ ചെറുതാണെങ്കിലും കുഴപ്പമില്ല. കണ്ടല്ലോ. എന്നിട്ട് ശിവൻ്റെയും പാർവതിയുടെയും ഫോട്ടോയ്ക്ക് മുന്നിൽ ആദ്യം ഒരു കർപ്പൂരം കത്തിക്കുക. കർപ്പൂരം കത്തിച്ച് ഇങ്ങനെ ജപിക്കണം: ഓം നമ ശിവായ, ഓം നമ ശിവായ. രണ്ടാമത്തേന് ഇശിന്ന് ചേർക്കണം, നമ ശിവായ. ആദ്യം പറയുമ്പോൾ ഓം നമ ശിവായ, രണ്ടാമത് പറയുമ്പോൾ ഓം നമ ശിവായ. അപ്പം ആദ്യം ഓം നമ ശിവായ ജപിക്കുമ്പം ശിവഭഗവാനെ, ആ ഫോട്ടോയിൽ തന്നെ ശിവഭഗവാനെ കർപ്പൂരം കാണിക്കണം. പിന്നെ ഓം നമശിവായ പറയുമ്പോൾ പാർവതിദേവിയെ കർപ്പൂരം കാണിക്കണം. ഇതിന് ശേഷം മഹാലക്ഷ്മിയുടെ ഫോട്ടോയുടെ മുന്നിൽ ഈ ശിവൻ്റെയും പാർവതിയുടെയും ഫോട്ടോയ്ക്ക് കർപ്പൂരം കാണിച്ചാൽ ഉടൻ തന്നെ, അത് കഴിഞ്ഞാൽ ഉടൻ തന്നെ
മഹാലക്ഷ്മിയുടെ ഫോട്ടോയുടെ മുന്നിൽ ഓം ഐം ശ്രീം ഹ്രീം ക്ലീം നമ ഇത് ജപിച്ച് കർപ്പൂരം കാണിക്കാം. ഹായാണ്, ഹ്രീമ, കാ ഉച്ചരിക്കരുത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മന്ത്രം ജപിക്കാം. എനിക്ക് അനുഭവമുള്ളൊരു മന്ത്രം പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മഹാലക്ഷ്മിയുടെ സ്തുതിയോ മന്ത്രമോ ഏത് വേണമെങ്കിലും ജപിക്കാം. അപ്പോൾ ഇത് ജപിച്ചിട്ട് കർപ്പൂരം കാണിക്കുക മഹാലക്ഷ്മിയുടെ ഫോട്ടോയുടെ മുന്നിൽ. പെട്ടെന്ന് മഹാലക്ഷ്മിയുടെ അനുഗ്രഹം ഉണ്ടാകും. അതാണ് ഇതിൻ്റെ രഹസ്യം. അപ്പം അതെന്താണ് പെട്ടെന്ന് മഹാലക്ഷ്മിയുടെ അനുഗ്രഹം ഉണ്ടാകുമെന്ന് പറഞ്ഞത്? ശിവമന്ത്രം ജപിച്ചിട്ട് മഹാലക്ഷ്മിയുടെ മന്ത്രം ജപിച്ചാൽ പെട്ടെന്ന് ജീവിതത്തിൽ മാറ്റം വരും. ഇനി ശിവഭഗവാന്റെയും പാർവതി ദേവിയുടെയും ഫോട്ടോയ്ക്ക് മുന്നിൽ കർപ്പൂരം കാണിച്ച് മന്ത്രം ജപിച്ച ശേഷം അത് കഴിഞ്ഞാലുടൻ മഹാലക്ഷ്മിയുടെ ഫോട്ടോയ്ക്കും കർപ്പൂരം കാണിച്ച് മന്ത്രം ജപിച്ചാൽ പെട്ടെന്ന് മഹാലക്ഷ്മിയുടെ അനുഗ്രഹം ഉണ്ടാകും. അതൊരു രഹസ്യമാണ്. ശിവനും മഹാലക്ഷ്മിയുടെയും ഇങ്ങനെ ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് വളരെ രഹസ്യമായൊരു കാര്യമാണ്. ശിവമന്ത്രം ജപിച്ചിട്ട് മഹാലക്ഷ്മി മന്ത്രം ജപിച്ചോ ഫലം പെട്ടെന്നാണ്. അപ്പോൾ അതെന്താണ് അതിൻ്റെ പുറകിലുള്ള രഹസ്യം? അതുകൂടെ നിങ്ങൾ അറിയണം. അല്ലാതെ ഒരാൾ എന്തെങ്കിലും പറഞ്ഞാൽ അതേപടിയൊക്കെ ചെയ്യരുത്. ഞാനെന്നല്ല ആര് പറഞ്ഞാലും അതിൻ്റെ പുറകിലുള്ള കാര്യകാരണം അറിയണം. ഞാൻ ഏതൊരു കാര്യം പറഞ്ഞാലും അതിൻ്റെ പുറകിലുള്ള കാര്യകാരണം അല്ലെ രഹസ്യം പറഞ്ഞു തരുന്നുണ്ട്. അത് കേട്ടിട്ട് നിങ്ങൾ ചെയ്ത് നോക്കുക. നിങ്ങൾക്കത് നല്ലതാണെങ്കിൽ ഫോളോ ചെയ്യുക, അല്ലെങ്കിൽ ഫോളോ ചെയ്യാതിരിക്കുക. ഇത് എനിക്ക് അനുഭവമുള്ള കാര്യവും ഞാൻ പറഞ്ഞ ആളുകൾ ചെയ്ത് അവരുടെ ജീവിതത്തിൽ ഗുണമുണ്ടായ കാര്യവും ആണ് ഞാനീ പറയുന്നത്. അതിൻ്റെ എല്ലാ രഹസ്യങ്ങളും അതിൻ്റെ പുറകിലുള്ള കാര്യകാരണം എല്ലാം ഞാൻ പറയുന്നുണ്ട്. അതുകൂടെ നിങ്ങൾ കേൾക്കണം, കേട്ടിട്ടേ ചെയ്യാവുള്ളൂ. എന്തുകൊണ്ടാണ് ശിവനും പാർവതിക്കും കർപ്പൂരം തെളിയിച്ചിട്ട് മഹാലക്ഷ്മിക്ക് കർപ്പൂരം തെളിയിക്കണമെന്ന് പറഞ്ഞ കാര്യമുണ്ട്. അതാണ് ഇനി പറഞ്ഞുതരാൻ പോകുന്നത്. അതായത് ശിവഭഗവാൻ ശിവനും പാർവതി എന്ന് വെച്ചാൽ പ്രപഞ്ചം തന്നെയാണ്. അതായത് ശക്തിയാണ് പാർവതി ദേവി. ശിവഭഗവാൻ ശിവനും ശക്തിയും എപ്പോഴും ഒന്നിച്ചു നിൽക്കുന്നത് തന്നെയാണ്. അത് പ്രപഞ്ചം തന്നെയാണ്. അതായത് ശിവനും ശക്തിയും ചേരുന്നതാണ് എല്ലാം. ശിവനെന്ന് പറഞ്ഞാൽ നിശ്ചല ബ്രഹ്മമാണ്. ദേവി എന്ന് പറഞ്ഞാൽ ചലനമാണ്. അപ്പോൾ എല്ലാ ചലനങ്ങൾക്കുള്ളിലുമുള്ള നിശ്ചലതയാണ് ശിവൻ. ഇത് രണ്ടും പരസ്പരം ചേർന്ന് നിൽക്കുന്നതാണ് ശിവനും ശക്തിയും. പിന്നെ ശിവഭഗവാനെ നമ്മൾ ചിത്രത്തിലൊക്കെ കാണുമ്പോൾ എങ്ങനെയാണ് കാണുന്നത്? ഇങ്ങനെ ചിത്രത്തിൽ കാണുമ്പം ചന്ദ്രക്കലയുണ്ടല്ലേ? എന്തിനാണ് ചന്ദ്രക്കല വെച്ചിരിക്കുന്നത്? അതിൻ്റെ ഒരു വശമാണ് ഞാൻ പറഞ്ഞു തരുന്നത്. പല വശങ്ങളുണ്ടായിരിക്കും. എനിക്ക് നമ്മൾക്ക് ഗുരുക്കന്മാരിൽ നിന്ന് കിട്ടിയ അറിവുകളാണ് പറഞ്ഞു തരുന്നത്. എന്തിനാണ് ഒരു ചന്ദ്രക്കല ഇതുപോലെ ചന്ദ്രക്കല കാണിച്ചിരിക്കുന്നത്? ചന്ദ്രക്കല എവിടെയാണ് കാണുന്നത്? ആകാശത്ത്, പ്രകൃതിയിൽ. ഭഗവാൻ ശിവൻ പ്രപഞ്ചം തന്നെയാണ്. ശിവഭഗവാന്റെ കഴുത്തിൽ സർപ്പത്തെ കാണിച്ചിരിക്കുന്നു. എന്താണ്? അതിന് ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിലൊരു കാര്യമാണ് ഞാൻ പറയുന്നത്. പ്രകൃതി തന്നെയാണ് ഭഗവാൻ ഈ പ്രപഞ്ചം തന്നെയാണ്, ഈ പ്രകൃതി തന്നെയാണ്. മാത്രമല്ല ശിവഭഗവാന് 3-ാം തൃക്കണ്ണുണ്ട്. 3-ാം തൃക്കണ്ണെന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലെ ആജ്ഞാചക്രം തന്നെയാണ്. അപ്പം നമ്മുടെ ഉള്ളിലെ ശക്തി അത് ശിവനാണ്. പ്രപഞ്ചം, നമ്മളുടെ വെളിയിലെ പ്രപഞ്ചം അത് ശിവനാണ്. നമുക്ക് ചുറ്റുമുള്ള പ്രകൃതി അത് ശിവനാണ്. നമുക്ക് ചുറ്റുമുള്ള പ്രകൃതിയും ആ പ്രകൃതിയിലെ ജീവജാലങ്ങളും എല്ലാം അടങ്ങിയിരിക്കുന്ന ആ ശിവനാണ്. ആ സർപ്പത്തെ ഭഗവാൻ ധരിച്ചിരിക്കുന്നു. ആ പ്രകൃതിയിലെ സകല ചരാചരങ്ങളിലും ശിവമയമാണ്. അതിൻ്റെ ഒരു ഇതാണ്. പിന്നെ ഭഗവാന്റെ കയ്യിൽ ഉടുക്കുണ്ട് അല്ലേ? അതെന്നാണ് സൂചിപ്പിക്കുന്നത്? ആ നാദബ്രഹ്മവും ശിവൻ തന്നെയാണ്. അതിൽ നിന്നുണ്ടാകുന്ന നാദബ്രഹ്മം ശിവൻ തന്നെയാണ്. പിന്നെ ശിവൻ നൃത്തം ചെയ്യുന്നു, അറിയാമല്ലോ. 2 തരം നൃത്തമുണ്ട്. പൗർണമി ദിവസങ്ങളിൽ ആനന്ദ നൃത്തമുണ്ട്, പിന്നെ അല്ലാതെ സംഹാര നൃത്തമുണ്ട്. ഞാൻ എപ്പോഴും പറഞ്ഞു തരുന്നത് ആനന്ദ നൃത്തത്തെക്കുറിച്ചാണ്. പൗർണമി ദിവസങ്ങളിൽ, പൗർണമി സന്ധ്യകളിൽ ശിവനും പാർവതിയും ആനന്ദ നൃത്തമാടുന്നു എന്നാണ്. അത് നൃത്തമാണെന്ന് 2 തരം നൃത്തം ഭഗവാൻ ആടും. ഒന്ന് സംഹാര നൃത്തവും ഒന്ന് ആനന്ദ നടനവും. ഞാൻ എപ്പോഴും പറഞ്ഞു തരുന്ന ആനന്ദ നടനത്തെക്കുറിച്ചാണ് കേട്ടോ. അത് മനസ്സിലാക്കുക. അപ്പോൾ ആ നൃത്തം എന്ന് പറയുന്നതും ശിവനാണ്. അപ്പോൾ ഈ ശിവനാണ് എല്ലാം. ആ ശിവൻ പ്രപഞ്ചം നിറഞ്ഞു നിൽക്കുന്ന, ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന ആ ഊർജം, അതിനെ നമ്മൾ മഹാലക്ഷ്മി എന്ന് പറഞ്ഞാൽ എന്താ? വെൽത്ത്, ധനം എന്നുള്ള ഒരു ഊർജ്ജമാണ്. ആ ഊർജവുമായി കണക്ട് ചെയ്യുമ്പോൾ പെട്ടെന്നാണ് നമുക്കതിൻ്റെ ബലമുണ്ടാകുന്നത്. അതാണ് ശിവമന്ത്രം ജപിച്ചിട്ട് ലക്ഷ്മി മന്ത്രം ജപിച്ചാൽ പെട്ടെന്ന് ബലം ലഭിക്കുന്നത്. അതാണ് ഇതിൻ്റെ അത് രഹസ്യം. നമ്മുടെ ഉള്ളിൽ നിൽക്കുന്ന ആ ഊർജ്ജത്തെ, ആ പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ആ ഊർജ്ജത്തെ, ശിവനെന്നുള്ള ആ മംഗളകാരിയായ ആ ഊർജ്ജത്തെ നമ്മൾ ലക്ഷ്മി ദേവി എന്ന
ആ വെൽത്തിൻ്റെ, ധനത്തിൻ്റെ, നമ്മുടെ വിശ്വാസപ്രകാരം വെൽത്തിൻ്റെ, ധനത്തിൻ്റെ അധിപതിയായ ലക്ഷ്മി ദേവി എന്ന ആ ഊർജവുമായി നമ്മൾ കണക്റ്റ് ചെയ്യുമ്പോൾ നമ്മളുടെ ചുറ്റും, നമ്മൾക്ക് ചുറ്റും സമൃദ്ധി, ഐശ്വര്യം, ധനം ഇതൊക്കെ വളരെ പെട്ടെന്ന് സൃഷ്ടിക്കപ്പെടുമെന്നുള്ളതാണ്. വളരെ പെട്ടെന്ന് നമ്മളിലേക്ക് വരും, അല്ലെങ്കിൽ നമുക്കതിനുള്ള മാർഗ്ഗങ്ങൾ ഉണ്ടാകുക തന്നെയാണ്. അതാണ് സൃഷ്ടിക്കപ്പെടുമെന്ന് ഉദ്ദേശിച്ചത്. നമുക്ക് പുതിയ വരുമാനത്തിനുള്ള മാർഗ്ഗങ്ങൾ നമ്മളിലേക്ക് വരും, അല്ലെങ്കിൽ നമ്മൾ പുതിയ മാർഗ്ഗങ്ങൾ നമുക്ക് ചെയ്യാനുള്ള ബുദ്ധി ആ ലക്ഷ്മി ദേവി തരും. അതാണ് അതിൻ്റെ പുറകിലുള്ള രഹസ്യം. അപ്പോൾ അങ്ങനെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കിക്കേ. അത് നിങ്ങൾക്ക് നല്ല ഗുണമാണ്. ഒരു ദിവസമോ 2 ദിവസമോ ചെയ്തുകൊണ്ട കാര്യമല്ല, നമ്മളത് ദിവസവും രാവിലെ നമ്മൾ ആവർത്തിക്കണം. ആവർത്തിക്കുന്ന കാര്യങ്ങളാണ് എപ്പോഴും നമ്മളെ സ്വാധീനിക്കുന്നത്. നമ്മൾ ആവർത്തിക്കുന്ന കാര്യങ്ങൾ എപ്പോഴും നമ്മളെ സ്വാധീനിക്കും. അത് നല്ലതാണേലും ചീത്തയാണേലും. ഇപ്പോൾ നമ്മളോട് ഒരാൾ പറയുക നമുക്ക് നല്ല കഴിവുള്ള ഒരു മനുഷ്യനാണ്, ഇത് 10 തവണ പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ കഴിവില്ലാത്തവനാണേലും കഴിവുണ്ടാവും. ഇനി 10 തവണ ഒരാൾ പറയുക അയാൾ അത്ര ശരിയല്ല, അല്ലെ അയാൾക്ക് എന്തോ കുഴപ്പമുണ്ട്, അല്ലെ അയാൾ ഒരു മണ്ടനാണ് എന്നൊരു വ്യക്തിയോട് 10 ദിവസം അല്ലെ 10 തവണ അല്ലെ 1 മാസം അല്ലെ 3 മാസം തുടർച്ചയായിട്ട് പറഞ്ഞാൽ അവൻ്റെ ഉള്ള ബുദ്ധിയും കൂടെ പോകും. അപ്പോൾ ഈ ആവർത്തിച്ച് ചെയ്യുന്ന കാര്യങ്ങൾ നല്ലതും ചീത്തയും ആണെങ്കിലും നമ്മളെ സ്വാധീനിക്കും. അപ്പോൾ നല്ല കാര്യങ്ങൾ ആവർത്തിച്ച് ചെയ്യുക, അത് ജീവിതത്തിൽ പുതിയ മാറ്റങ്ങൾ ഉണ്ടാക്കും. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതലും മനസ്സിന് വേണ്ട ഒരു കാര്യമാണ് മനസ്സിന് ഉറച്ച ഇച്ഛാശക്തി, മനസ്സിന് ഉറപ്പ്. അതൊരു പ്രധാന ഘടകമാണ്. ഒരു തൊഴിൽ ചെയ്താലും ഒരു കുടുംബജീവിതത്തിലും ഏതിലും വിജയിക്കണമെങ്കിൽ മനസ്സിന് ഉറപ്പ് വേണം. എൻ്റെ മനസ്സിന് ഉറപ്പുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നവർക്ക് ആർക്കും ഉറപ്പുണ്ടാകണമെന്നില്ല. അങ്ങനെ പറയുന്നതിൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത്. ഉറച്ച മനസ്സിന് ഉറപ്പുള്ള വ്യക്തികളുണ്ട്. അപ്പോൾ മനസ്സിന് ആ ഉറപ്പുണ്ടാകുമ്പോഴാണ് എവിടെയും വിജയിക്കാൻ പറ്റുന്നത്. ഈ ജീവിതത്തിൽ തകരുന്ന പല ആളുകളും മനസ്സിൻ്റെ ഒരു ഉറപ്പിൻ്റെ പ്രശ്നം തന്നെയാണ്. അല്ലെങ്കിൽ ഒരു തൊഴിലിൽ പരാജയപ്പെടുന്നു. ഒരു തൊഴിൽ ചെയ്യാൻ പോകുമ്പം ആദ്യം എവിടെയെങ്കിലും പ്രതിസന്ധികൾ ഉണ്ടായാൽ ആ തൊഴിൽ ഉപേക്ഷിക്കുന്നു. അല്ലെങ്കിൽ വിവാഹ ജീവിതത്തിൽ ആദ്യം ഒരു പ്രതിസന്ധി ഉണ്ടായാൽ ഉടനെ ഡൈവോഴ്സ് ചെയ്യുന്നു. അല്ലെങ്കിൽ കുട്ടികളെ കൊണ്ട് എന്തെങ്കിലും പ്രതിസന്ധി ഉണ്ടായാൽ ചിലർ ആ കുട്ടികളെ ഇട്ടേച്ച് പോകുന്നു. ഇതൊക്കെ മനസ്സിന് ഉറപ്പില്ലാത്തതുകൊണ്ടാണ്. മനസ്സിന് ഉറപ്പ് വരാനുള്ള ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. അത് എവിടെയും ഗുണം ചെയ്യും. നമ്മളൊക്കെ സ്ഥിരം ക്ഷേത്ര ദർശനം ചെയ്യാറുണ്ട്. സ്ഥിരം ക്ഷേത്ര ദർശനം ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം എന്നാ? ക്ഷേത്ര ദർശനം ചെയ്യുന്നതുകൊണ്ട് തന്നെ അനുഗ്രഹം കിട്ടും. ക്ഷേത്രത്തിൽ പോകുന്നു, ഈശ്വരനെ കാണുന്നു, നല്ല കാര്യമല്ലേ? അതുകൊണ്ട് വേറൊരു ഗുണമുണ്ട്. നമ്മൾ ക്ഷേത്രത്തിൽ സ്ഥിരം പോയി കഴിയുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ മനസ്സിലൊരു ചിന്തയുണ്ടാകും, എന്നെ സംരക്ഷിക്കാൻ ആ ദേവനുണ്ട്, അല്ലെ ആ ദേവിയുണ്ട്, ഒരു ഉറപ്പുണ്ടാകും മനസ്സിന്. ഈ ഉറപ്പാണ് പലരുടെയും വിജയത്തിൻ്റെ അടിസ്ഥാനം. നിങ്ങൾ പല ബിസിനസ്സുകാരെ നിങ്ങളൊന്ന് നിരീക്ഷിച്ച് നോക്കുക. അവരേതെങ്കിലും ഒരു അടിയുറച്ച വിശ്വാസമുള്ളവരായിരിക്കും. ചിലർ കൃഷ്ണൻ്റെ ഭയങ്കര ഭക്തരായിരിക്കും. അവരുടെ ഓഫീസിലെ, അവരുടെ ടേബിളിലെ എപ്പോഴും കൃഷ്ണൻ്റെ ഒരു പ്രതിമയോ, അല്ലെങ്കിൽ അവരെല്ലാ മാസവും 1-ാം തീയതി കൃഷ്ണക്ഷേത്ര ദർശനമോ ഒരു കണക്കിന് അവർ എപ്പോഴും എല്ലാ മാസവും അല്ലെങ്കിൽ ആ ഒരു ആവർത്തിക്കും. ആ ഒരു ദേവതയെ അവരൊരു കണക്കിൽ സ്ഥിരമായിട്ട് പോയി കണ്ടുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ ദർശിച്ചുകൊണ്ടിരിക്കും. ആ ഒരു ഉറപ്പ് തന്നെയാണ് അവരുടെ ബിസിനസ്സിൽ ഉണ്ടാകുന്ന വിജയം. എന്നെ സംരക്ഷിക്കാൻ ഒരു ദേവതയുണ്ട്, അല്ലെങ്കിൽ ഒരു ദേവനുണ്ട് എന്നുള്ള ആ ഒരു മനസ്സിൻ്റെ ഉറപ്പ്, അത് അത്ഭുതങ്ങൾ ചെയ്യാൻ പറ്റും. അതാണ് ഈ സ്ഥിരം ക്ഷേത്ര ദർശനം ചെയ്യുന്നവർക്കും. അല്ലെങ്കിൽ ഒരു പ്രത്യേക കണക്കിൽ ചിലർ വെള്ളിയാഴ്ചകൾ ആവർത്തിക്കുന്നു, ചിലർ 1-ാം തീയതി മലയാള മാസം ആവർത്തിക്കുന്നു. അങ്ങനെ ഒരു പ്രത്യേക കണക്കിലാണെങ്കിലും ആ ഒരു പ്രത്യേക കണക്കാണെങ്കിലും അങ്ങനെ നമ്മളതൊരു ആവർത്തിച്ച് കഴിയുമ്പോൾ അതൊരു സ്ഥിരതയാണ്. നമ്മൾ ഇപ്പോൾ വെള്ളിയാഴ്ച പോകുന്നവർ വെള്ളിയാഴ്ചകൾ ആവർത്തിക്കുന്നു ഭദ്രകാളി അമ്മ. കൃഷ്ണന് വ്യാഴാഴ്ചകൾ പോകുന്നവർ വ്യാഴാഴ്ച ആവർത്തിക്കുന്നു. അല്ലെങ്കിൽ 1-ാം തീയതി അമ്പലത്തിൽ പോകുന്നവരുണ്ട്, അവരെല്ലാ മാസം 1-ാം തീയതി പോകും. അങ്ങനെ കൃത്യമായിട്ട് ചെയ്യുന്നവർക്ക് പെട്ടെന്ന് ഉയർച്ച ഉണ്ടാകാൻ കാര്യം അവരുടെ മനസ്സിൽ ഓട്ടോമാറ്റിക്കായിട്ട് അടിയുറച്ചൊരു വിശ്വാസം ഉണ്ടാകും, എന്നെ സംരക്ഷിക്കാൻ ഒരു ദേവതയുണ്ട്. ആ വിശ്വാസവും അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്നത്. ആ വിശ്വാസത്തിന് തന്നെ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കും. പിന്നെ ആ ദേവതയുടെ അനുഗ്രഹം കൂടെ ആകുമ്പം അത് വലിയ ഐശ്വര്യത്തിലേക്ക് വഴിവെക്കും, വലിയ ഐശ്വര്യം നൽകും. അപ്പോൾ ഈ മനസ്സിന് ഉറച്ച വിശ്വാസം ഉണ്ടാകാൻ ക്ഷേത്ര ദർശനം നല്ലതാണ്. അത് ഒന്നുകിൽ സ്ഥിരമായിട്ട് ദർശനം നടത്താം, അല്ലെങ്കിൽ ഒരു കണക്കിൽ ദർശനം നടത്താം. ഇപ്പോൾ വെള്ളിയാഴ്ചകൾ അല്ലെങ്കിൽ 1-ാം തീയതികൾ അങ്ങനെ ഒരു കണക്കിൽ ആവർത്തിക്കാം. ഇനി ചിലർ വ്യായാമങ്ങൾ, പുതിയ രാവിലെ വ്യായാമം 1 മണിക്കൂർ കൃത്യമായിട്ട് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അവരുടെ ശരീരത്തിനൊരു സ്ട്രെങ്ത് കിട്ടും, അത് മനസ്സിനും ഒരു ബലമാണ്. ചിലർ കരാട്ടെ അതുപോലുള്ള മാർഷൽ ആർട്സ് പരിശീലിക്കാറുണ്ട്. അത് ചെയ്യുമ്പോൾ അവരുടെ മനസ്സിനും ഒരു ബലം കിട്ടുന്നുണ്ട്. അതുപോലെ ചിലർ ധ്യാനം, കൃത്യസമയത്ത് മെഡിറ്റേഷൻ, പ്രാണായാമം, അതും അവരുടെ മനസ്സിനൊരു ബലം കിട്ടുന്ന കാര്യമാണ്.
ചിലർ ജപം കൃത്യസമയത്ത് മന്ത്രം ജപം നടത്തുന്നവരുണ്ട്. അവരുടെ മനസ്സിന് പ്രത്യേക ഒരു ബലം കിട്ടാറുണ്ട്. അങ്ങനെയുള്ള വ്യക്തികളായിട്ട് നിങ്ങൾ സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കണം. അവരുടെ വാക്കുകൾ പലതും ഉറച്ച വാക്കുകളും ഉറച്ച വിശ്വാസവുമായിരിക്കും. ഉറപ്പുള്ളൊരു മനസ്സുണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഈ ഉറച്ചൊരു മനസ്സുണ്ടാകാൻ ഞാൻ നിങ്ങൾക്ക് 2 ടെക്നിക്കുകൾ പറഞ്ഞുതരാം. ഒന്ന് ശ്രദ്ധിച്ച് കേട്ടോണം. അതായത് നമ്മൾ ശ്വാസം എടുക്കുമ്പോഴും വിടുമ്പോഴും ഓം എന്ന് മനസ്സിൽ ജപിക്കുക, ശ്വാസത്തെ ശ്രദ്ധിച്ചുകൊണ്ട്. പറഞ്ഞ് മനസ്സിലായി. ഇത് സ്ഥിരം ചെയ്തു കഴിഞ്ഞാൽ മനസ്സിന് അപാരമായ ധൈര്യവും മനസ്സിന് ഉറച്ച മനോബലം ഉണ്ടാകും. നിങ്ങളെ ആർക്കും മാനസികമായിട്ട് തോൽപ്പിക്കാൻ പറ്റത്തില്ല. മനസ്സ് തോറ്റില്ലെങ്കിൽ ഒരിക്കലും നിങ്ങൾ തോക്കത്തില്ല. മനസ്സ് പോയാൽ പോയി. ഇത് എല്ലാവർക്കും പരിശീലിക്കാം. എന്ന് വെച്ച് ഇത് നമ്മൾ എപ്പോഴും ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾ രാവിലെ അല്പനേരം 1 മിനിറ്റ് ചെയ്യുക. നിങ്ങൾ പിന്നെ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് 1 മിനിറ്റോ 1/2 മിനിറ്റോ ഒക്കെ ചെയ്യാം. അത്ര ചെയ്താൽ മതി. അല്ല കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യേണ്ട. ഇടയ്ക്കിടയ്ക്ക് 1/2 മിനിറ്റോ 1 മിനിറ്റോ. ഇത് ദിവസവുമായി കഴിയുമ്പോൾ അപാരമായ മനോബലമായിരിക്കും. മനസ്സിനുള്ളിൽ നിങ്ങളുടെ ഉള്ളിലെ ഓം എല്ലാവരുടെ ഉള്ളിലും ഓമുണ്ട്. നിങ്ങളുടെ ഉള്ളിലെ ഓമാണ്. ആ ഓമിനെ ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യുമ്പോൾ ശ്വാസത്തെ ശ്രദ്ധിച്ചു മനസ്സ് ജപിച്ചാൽ മതി. വാഗുകൊണ്ട് ജപിക്കരുത്. ഓം ഓം ഓം. ശ്വാസത്തോടൊപ്പം ഓം ഓം ഓം. ഇത് നിത്യേന പല സമയങ്ങളിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് രാവിലെയും വൈകിട്ടും ചെയ്യണം. അതുകൂടാതെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ഫ്രീ ആകുമ്പോഴും സ്വസ്ഥമായിട്ടിരിക്കുമ്പോഴും ചെയ്യാം. അതൊരു അധികം സമയം ചെയ്യേണ്ട, കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യേണ്ട. 1 മിനിറ്റോ 1/2 മിനിറ്റോ അങ്ങനെ ആവർത്തിക്കണം. ഇത് പല ദിവസങ്ങളായി കഴിയുമ്പോൾ നിങ്ങൾക്ക് അപാരമായ മനോബലം ഉണ്ടാകും, ഉറച്ച മനസ്സുണ്ടാകും. ഒരു രഹസ്യവിദ്യയാണ്. രണ്ടാമത്തെ വിദ്യ, നിങ്ങളുടെ ഇവിടെ ആജ്ഞാചക്രം ഒന്ന് സങ്കല്പിക്കുക. ശരിക്കും ഇവിടെ അല്ല ഇരിക്കുന്നത്. ഈ 4 കൂടിയ ഇങ്ങനെ ഒരു വര വരച്ചാലും ഇങ്ങനെ ഒരു വര വരച്ചാലും 4 കൂടുന്ന ജംഗ്ഷനിൽ ആണ് ആജ്ഞാചക്രം ഇരിക്കുന്നത്. സാമാന്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഇവിടെ ധരിക്കുക. ഇവിടെ ആണെന്ന് വിചാരിക്കുക, സാമാന്യം ചെയ്യാൻ വേണ്ടി കേട്ടോ. ഇവിടെ ആജ്ഞാചക്രം, മണിപൂരക ചക്രം എന്ന് പറഞ്ഞാൽ പൂക്കൽ കൊടിക്ക് തൊട്ടു മുകളിൽ, അത് സങ്കല്പിക്കുക. നിങ്ങൾ നെറ്റിലെടുത്ത് നോക്കിയാൽ അതിൻ്റെ പൊസിഷൻ കറക്റ്റായിട്ട് കിട്ടും. ഇതെല്ലാം സങ്കല്പമാണ്. എന്നിട്ട് ഇവിടുന്ന് ഒരു പ്രകാശം, ഒരു ചുവന്ന പ്രകാശം അല്ലെങ്കിൽ ഒരു നീലപ്രകാശം ഈ ആജ്ഞയിൽ നിന്ന് മണിപൂര ചക്രത്തിലേക്ക് പോകുന്നു. അതോടൊപ്പം ഇങ്ങനെ മേളയും താഴോട്ട് പോകുന്നതായിട്ട് മാത്രം ചിന്തിക്കുക. താഴെ നിന്ന് മേലോട്ട് വരുന്നതായിട്ട് ചിന്തിക്കരുത്. അപ്പം ഇവിടുന്ന് താഴേക്ക് പോകുന്നു. അതോടൊപ്പം ഓം ഓം എന്ന് മനസ്സിൽ ജപിക്കുക. അപാരമായ ഇച്ഛാശക്തി, അപാരമായ മനോബലം കിട്ടും. ഇത് ചെയ്ത് നോക്കിക്കുക. 1/2 മിനിറ്റ് പോലും ദിവസവും ചെയ്താൽ മതി. അപാരമായ പിന്നെ ഭയം മാറും എന്നുള്ളതാണ്. നമുക്കെല്ലാവർക്കും ഉള്ളിൽ അടിഞ്ഞുകൂടി കിടക്കുന്ന ഭയങ്ങളുണ്ട്. ചെറുപ്പത്തിൽ ചിലപ്പം നമ്മളൊരു മൃഗത്തെ കണ്ടതായിരിക്കും, പട്ടിയെ കണ്ടതായിരിക്കും, പാമ്പിനെ കണ്ടതായിരിക്കും, അല്ലെ വീട്ടുകാർ പറഞ്ഞ് പേടിപ്പിച്ചതായിരിക്കും. ഇങ്ങനെ ഈ വീട്ടുകാർ കൊച്ചിനെയൊക്കെ എല്ലാം പറഞ്ഞ് പേടിപ്പിക്കും. ഈ പേടികളെല്ലാം മനസ്സിൽ കിടക്കും. ആ പേടികളൊക്കെയാണ് നമ്മുടെ ജീവിതത്തിലെ പല തടസ്സങ്ങളും ഉണ്ടാക്കുന്നത്. ഈ ഭയം മാറും. അതല്ല ഈ മണിപൂര ചക്രത്തിലാണ് അതിൻ്റെ ഭയത്തിൻ്റെ ഒരു സ്വാധീനം ഉണ്ടാകുന്നത്. അപ്പോൾ ഇങ്ങനെ ഓം താഴോട്ട് മാത്രം ഇവിടെ വീണ്ടും സങ്കല്പിക്കുക. ഇവിടുന്ന് ഇങ്ങനെ മണിപൂര ചക്രത്തിലേക്ക് പോകുന്നു പ്രകാശം, അതോടൊപ്പം ഓം. വീണ്ടും അടുത്തത് അങ്ങനെ സങ്കല്പിക്കുക. മേലോട്ട് ചിന്തിക്കരുത്, താഴോട്ട് തന്നെ ഇങ്ങനെ കേട്ടോ. ഈ 2 വിദ്യകളും ചെയ്യേണ്ട കാര്യമില്ല, ഒന്ന് ചെയ്താൽ മതി. എപ്പോഴും മനസ്സിലാക്കുക, ഒരു കാര്യം കൂടുതലായിട്ട് ചെയ്യണം, എല്ലാം കൂടെ ചെയ്യരുത്. എന്താണേലും ആ ഒരു കാര്യം ഏത് ചെയ്യണമെന്നുള്ളത് അവനവനാണ് തീരുമാനിക്കുന്നത്. അതിന് നിങ്ങൾ എല്ലാ കാര്യങ്ങളും അറിയണം. എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ട് അത് നിങ്ങൾക്ക് പറ്റുന്നത്, നിങ്ങൾക്ക് കൂടുതൽ പ്രയോജനം ലഭിക്കുന്നത് അതേതാണെന്ന് നോക്കിയിട്ട് ആ ഒരു കാര്യം കൂടുതലായിട്ട് ആവർത്തിക്കണം. മറ്റു കാര്യങ്ങൾ ചെയ്യുന്നതിലും കുഴപ്പമില്ല. ഇപ്പോൾ നമ്മൾ കർപ്പൂരം കത്തിക്കും, മറ്റു ദേവതകൾക്കൊക്കെ കർപ്പൂരം കത്തിക്കണം, അതിനകത്ത് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ആദ്യം ഇങ്ങനെ ചെയ്യുക, എന്നിട്ട് ബാക്കി ദേവതകൾക്കൊക്കെ കർപ്പൂരം കത്തിക്കുക. ആദ്യം ശിവനെ, പിന്നെ മഹാലക്ഷ്മിക്ക്, പിന്നെ ബാക്കിയുള്ള ദേവതകൾക്കൊക്കെ കർപ്പൂരം കത്തിക്കുക. അപ്പോൾ നമുക്ക് വേണ്ട ഒരു കാര്യം ആവർത്തിക്കുക. എല്ലാ കാര്യം ചെയ്യുന്നവരല്ല ജീവിതത്തിൽ വിജയിക്കുന്നവർ. നമുക്കെന്താണോ പറ്റുന്നത്, നമുക്കെന്താണോ വേണ്ടത്, നമുക്ക് ഏതാണോ ഏറ്റവും കൂടുതൽ പ്രയോജനം ചെയ്യുന്നത്, അതിന് ഒരുപാട് അറിവുകൾ വേണം. അതിൽ നിന്ന് ഏറ്റവും നല്ലത് സെലക്ട് ചെയ്യുക, അത് ആവർത്തിച്ച് ചെയ്യുക. അപ്പം ഞാൻ മനസ്സിന് ഉറപ്പുള്ളതാകാൻ 2 വിദ്യ പറഞ്ഞു. ഈ 2 കൂടെ ചെയ്യേണ്ട ആവശ്യമില്ല, ഏതെങ്കിലും ഒന്ന് ചെയ്യുക. അത് ചിലർ ചെയ്യുന്നത് ഈ ശ്വാസത്തോടൊപ്പം ഓമായിരിക്കും, ചിലർ ഇങ്ങനെ ഈ ആജ്ഞാചക്രത്തിൽ നിന്ന് മണിപൂരകത്തിലേക്കുള്ള ഓമായിരിക്കും. പലർക്കും പല രീതികളായിരിക്കും പറ്റുന്നത്. അവനവന് പറ്റുന്നത് അവനവൻ ചെയ്യുക, ഒരു കാര്യം ചെയ്യുക. 2 കൂടെ ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ. ഒരാൾ തന്നെ 2 കൂടെ ചെയ്യേണ്ട കാര്യമില്ലെന്നാണ് പറഞ്ഞത്. അപ്പം അത് വലിയ ഗുണം ചെയ്യും. പിന്നെ ഈ ബുദ്ധി വികാസം ഉണ്ടാകാൻ വേണ്ടി ഞാൻ പറയുന്ന ഒരു ടെക്നിക്ക് നിങ്ങൾ ചെയ്ത് നോക്കുക. ഉറപ്പായിട്ടും നല്ല ഷാർപ്പാകും ബുദ്ധി. ഏർപ്പെടുന്ന കാര്യങ്ങളിൽ വിജയിക്കാനും ഒക്കെ സാധിക്കും.
നിങ്ങൾ രാവിലെ ഒരു 10-20 മിനിറ്റെങ്കിലും നടക്കുക. നടക്കുമ്പോൾ കാലുകൾ മുന്നോട്ട് നല്ല രീതിയിൽ മുന്നോട്ട്, കാലുകൾ സാധാരണ രീതിയിൽ നമ്മൾ ചെറിയ രീതിയിൽ കാല് വെക്കല്ല, ഇച്ചിരി മുന്നോട്ട് കയറ്റി വെക്കണം. അതായത് കാല് എറിഞ്ഞ് നടക്കുക എന്ന് പറയും. അതേ രീതിയിൽ കാല് ഇച്ചിരി എറിഞ്ഞ്, എന്നുവെച്ചാൽ കാല് സാധാരണ കാല് അകലത്തിൽ വെക്കുന്നതിനേക്കാൾ ഇച്ചിരി കൂടെ നീട്ടി വെച്ച് നടക്കാൻ ശ്രമിക്കുക. എന്നുവെച്ചാൽ നിങ്ങൾ വീഴുകയൊന്നും ചെയ്യരുത്. അത് അല്പം സാമാന്യം ഒരു ഇച്ചിരി സ്പീഡിൽ തന്നെ ചെയ്യുക. അപ്പോൾ ആ സ്പീഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആദ്യം സ്പീഡ് കുറച്ച് ചെയ്തിട്ട് പിന്നെ സ്പീഡ് ചെയ്തിട്ട് പിന്നെ നിർത്തുമ്പോൾ സ്പീഡ് കുറച്ച്, അത് നിങ്ങൾക്ക് പറ്റുന്ന പോലെ ചെയ്യുക. അല്ലെങ്കിൽ ഒരു 5 മിനിറ്റെങ്കിലും ചെയ്യുക. അപ്പോൾ ഈ കാല് നിങ്ങൾ ഇച്ചിരി അകലത്തിൽ മുന്നോട്ട് വെച്ച് നടക്കാൻ ശ്രമിക്കുക. ഓരോ ചോട് വെക്കുമ്പോഴും അല്പം മുന്നോട്ട് അകലത്തിൽ മുന്നോട്ട് വെക്കാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങളുടെ ശ്രദ്ധ ആ കാലിൽ ശ്രദ്ധിക്കുക. ഷാർപ്പ് ഇൻ്റലിജൻസ് ആയി ബുദ്ധിക്ക് നല്ല വികാസം ഉണ്ടാവും. ചെയ്ത് നോക്കുക. ഇനി അതല്ലെങ്കിൽ കാൽവിരലുകൾക്ക് വ്യായാമം ചെയ്താലും ബുദ്ധിക്ക് നല്ല വികാസം ഉണ്ടാവും. സിഗ്മണ്ട് ഫ്രോയിഡ് അദ്ദേഹം ഒരു 50 മിനിറ്റ് ഒരാളെ കൺസൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ 10 മിനിറ്റ് ഇങ്ങനെ നടക്കും. കാരണം മൈൻഡ് നല്ല ഷാർപ്പാകും. 10 മിനിറ്റ് നടന്നിട്ടേ പിന്നെ അടുത്ത ആളെ നോക്കത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെയൊക്കെ ചില കാര്യങ്ങളുണ്ട്. നമ്മുടെ ബുദ്ധി വളരെ ഷാർപ്പ്. നിങ്ങളിപ്പോൾ ഒരു തൊഴിൽ ചെയ്താലും നിങ്ങളപ്പോൾ ആ മുറിയിൽ നിന്നാണേലും ഇപ്പം മുറിയിൽ നടക്കാൻ ഒരു മണിക്കൂർ ഒരു വർക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണേൽ അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് കാല് നീട്ടി വെച്ച് നടക്കാം. ഇനി അതല്ല, അത് പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ രാവിലെ അങ്ങനെ ചെയ്യുക. ആ രാവിലെ കിട്ടുന്ന ആ ഊർജ്ജം അന്നത്തെ ദിവസം മുഴുവൻ കാണും. പിന്നെ ഭദ്രകാളിയമ്മയ്ക്ക് വഴിപാട് ചെയ്താൽ, ഭദ്രകാളിയമ്മയെ വിളിച്ചാൽ, ഭദ്രകാളിയമ്മയെ ഭജിച്ചാൽ, ഭദ്രകാളിയമ്മയെ വണങ്ങിയാൽ, ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ പോയി അമ്മയെ ഭക്തിയാദരവോട് വിളിച്ചാൽ ബുദ്ധിവികാസം, ജ്ഞാനം, സിദ്ധി, കഴിവ്, സിദ്ധി എന്ന് ഉദ്ദേശിച്ചത് കഴിവെന്നുള്ള സ്കില്ലെന്നുള്ളത് കേട്ടോ, അല്ലാതെ വേറെ അത്ഭുതങ്ങളൊന്നും അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. സിദ്ധി ഒരു സ്കിൽ, ടാലൻറ്റ്, എബിലിറ്റി, കേപ്പബിലിറ്റി, അതാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയുള്ള കഴിവുകൾ ഏതെങ്കിലും, നിങ്ങളിപ്പോൾ ഒരു ഡാൻസ് ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ ആ ഡാൻസിൽ നിങ്ങൾക്ക് കൂടുതൽ കഴിവ് ഭദ്രകാളിയമ്മ തരും. നിങ്ങളൊരു ഈ സംഗീതജ്ഞനാണെങ്കിൽ സംഗീതത്തിൽ ഒരു കൂടുതൽ സ്കില്ല് ഭദ്രകാളിയമ്മ തരും. അതായത് അത് കുറച്ച് കൂടുതൽ ബുദ്ധി കിട്ടും, അതിൽ ബുദ്ധിവികാസം ഉണ്ടാകും, നിങ്ങൾ അല്പം ജ്ഞാനിയാകും. അപ്പോൾ ഭദ്രകാളിയമ്മ ജ്ഞാനത്തിൻ്റെ, സിദ്ധിയുടെ, ബുദ്ധിയുടെ ഉറവിടം തന്നെയാണ് ഭദ്രകാളിയമ്മ. അപ്പോൾ ഭദ്രകാളിയമ്മയെ വിളിക്കുന്നത് കൊണ്ട് തീർച്ചയായിട്ടും അതുണ്ടാകും. ഭദ്രകാളിയമ്മ ആ ബുദ്ധി, സിദ്ധി, ജ്ഞാന എല്ലാത്തിൻ്റെ ഒരു ഉറവിടമാണ് ഭദ്രകാളിയമ്മ. അതറിയാവുന്നവർക്കറിയാം. ഭദ്രകാളി ക്ഷേത്രത്തിൽ ഭദ്രകാളി ജ്ഞാനത്തിൻ്റെ ഏറ്റവും വലിയൊരു, ഭദ്രകാളിയമ്മയുടെ അനുഗ്രഹമുള്ളവന് ഏറ്റവും കൂടുതൽ ജ്ഞാനം ഉണ്ടാകും. ഈ യോഗ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴാണെങ്കിലും നമ്മളൊക്കെ ആദ്യം ഭദ്രകാളിയമ്മയെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് ഈ യോഗ ചെയ്യാതിരിക്കുന്നത്, അല്ലെ പ്രാണായാമം ചെയ്യാതിരിക്കുന്നത്, അല്ലെ ക്രിയായോഗ ചെയ്യുന്നതിനൊക്കെ മുമ്പ് നമ്മൾ രാവിലെ ഭദ്രകാളിയമ്മയെ പ്രാർത്ഥിക്കും. ഭദ്രകാളിയമ്മയുടെ അനുഗ്രഹം വേണം. ഭദ്രകാളിയമ്മ ജ്ഞാനത്തിൻ്റെ, സിദ്ധിയുടെ, ബുദ്ധിയുടെ, വൈഭവത്തിൻ്റെ, കഴിവിൻ്റെ എല്ലാത്തിൻ്റെ ഏറ്റവും അനുഗ്രഹം നൽകുന്ന ഒരു ദേവതയാണ്. അപ്പോൾ നിങ്ങൾക്കിതൊക്കെ കൊച്ചുകുട്ടികൾക്കായിക്കോട്ടെ, പ്രായമുള്ളവരൊക്കെ ആയിക്കോട്ടെ, തൊഴിലുകൾ ചെയ്യുന്നവരായിക്കോട്ടെ, നിങ്ങളിപ്പോൾ ഒരു അഡ്വക്കേറ്റാണ്, നിങ്ങളൊരു ഡോക്ടറാണ്, അല്ലെങ്കിൽ നിങ്ങളൊരു സിനിമാ നടനാണ്, അല്ലെങ്കിൽ നിങ്ങളൊരു ബാങ്ക് മാനേജറാണ്, അല്ലെങ്കിൽ നിങ്ങളൊരു എഞ്ചിനീയറാണ്, അല്ലെങ്കിൽ ഒരു സയൻറ്റിസ്റ്റാണ്, ഭദ്രകാളിയമ്മയെ ഭജിച്ചു നോക്കിക്കോ. നിങ്ങൾ ഏത് ഫീൽഡിലാണെങ്കിലും നിങ്ങൾ ഒരു പടി മുന്നോട്ട് പോകും. നിങ്ങളുടെ ബുദ്ധി വികസിക്കും, നിങ്ങളുടെ ടാലൻറ്റ് വർദ്ധിക്കും. മറ്റുള്ളവർക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ബുദ്ധിപരമായി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. എഴുതി വെച്ചു, ഭദ്രകാളിയമ്മയെ വിളിച്ചോ, ഒരു സംശയം വേണ്ട, നോ ഡൗട്ട്. അതാണ് ഭദ്രകാളിയമ്മ. ഇത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, കുട്ടികൾക്ക്, അല്ലെങ്കിൽ തൊഴിൽ ചെയ്യുന്നവർക്ക്, അല്ലെങ്കിൽ എൻജിനീയേഴ്സിന്, അല്ലെങ്കിൽ സയൻറ്റിസ്റ്റിന്, ഞാൻ ഇത്തരത്തിലുള്ള എല്ലാ വ്യക്തികളുടെയും കൈരേഖയും ഗൃഹനിലയും ഒരുപാട് പരിശോധിക്കാൻ എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. അതായത് എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെയും. ഇങ്ങേറ്റം ഇന്നത്തെ കാലത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ച് പഠിക്കുന്ന കുട്ടികളുടെ, അല്ലെങ്കിൽ അങ്ങനെയുള്ളവരുടെ വരെ കൈരേഖയൊക്കെ പരിശോധിക്കാനോ, അല്ലെ അവരുടെ ഗ്രഹനിലയൊക്കെ പരിശോധിക്കാനും എനിക്ക് അവസരം കിട്ടും. എല്ലാ തരത്തിലുള്ള, അത് ഈ മിക്കവാറും എല്ലാ തൊഴിൽ ചെയ്യുന്നവരുടെയും അവരുടെ കൈരേഖയും ഗ്രഹനിലയും ഒക്കെ ഈ 10 വർഷമായിട്ട് എനിക്ക് പരിശോധിക്കാൻ അവസരം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് എന്നുള്ള അനുഭവത്തിൽ നിന്നാണ് പറഞ്ഞത്. നിങ്ങൾക്ക് കുറച്ചുകൂടി മെച്ചപ്പെടണമെങ്കിൽ ഭദ്രകാളിയമ്മയെ വിളിക്കുക. നിങ്ങൾക്ക് പുതിയ കാര്യങ്ങൾ ചെയ്യണം, നിങ്ങൾ ചെയ്യുന്ന തൊഴിൽ ഒന്നാമനാകണം, അല്ലെങ്കിൽ ഒന്നാമതെത്തണം, നിങ്ങൾ അറിയപ്പെടണം, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്നും ആളുകൾ ഓർത്ത് നിങ്ങളെ സ്മരിക്കണം, ഭദ്രകാളിയമ്മയെ വിളിക്കുക. ഇത് ഞാൻ പറയുന്ന സത്യസന്ധമായ കാര്യമാണ്.
സനാതനമായ കാര്യമാണ്, എന്നും നിലനിൽക്കുന്ന ഈശ്വരീയമായ കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത്. ഇത് നിങ്ങൾക്ക് പ്രയോജനം ചെയ്യട്ടെ. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഞാൻ പണ്ടൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, കുട്ടികളുടെ എഴുത്തിനിരുത്തുന്നത് നമുക്ക് ഇഷ്ടമുള്ള അടുത്തുള്ള ക്ഷേത്രത്തിലൊക്കെ ഇരുത്താം. പിന്നെ എൻ്റെ ഒരു അഭിപ്രായം, എവിടെ എഴുത്തിനിരുത്തിയാലും ആ കുട്ടിയെ അന്നേ ദിവസം ഭദ്രകാളി ക്ഷേത്രത്തിൽ പോയി തൊഴുയിക്കണം, അമ്മയുടെ മുന്നിൽ നിന്ന് പ്രാർത്ഥിപ്പിക്കണം. ആ കുട്ടിയുടെ നാവിൽ അമ്മയുടെ നാമമോ ഏതെങ്കിലും ഒന്ന് നാക്ക് നീട്ടി എഴുതിയാൽ അവൻ മഹാജ്ഞാനിയായിട്ട് വരും. അത് ഞാൻ ഈ എഴുത്തിനിരുത്തുന്ന വിദ്യാരംഭത്തിന് അന്ന് വീഡിയോയിൽ പറഞ്ഞിരുന്നു. നിങ്ങൾ ഏത് ക്ഷേത്രത്തിൽ പോകണേ വേണമെങ്കിലും എഴുത്തിനിരുത്തിക്കോ, പക്ഷേ ആ കുട്ടിയെ ഭദ്രകാളിയുടെ ക്ഷേത്രത്തിൽ കൂടെ പോകണം. ആ നടയ്ക്ക് നിന്ന് അമ്മയെ പ്രാർത്ഥിക്കണം. ആ നടയ്ക്ക് നിന്ന് ഭദ്രകാളി നാമം ജപിച്ച് അവൻ്റെ നാവിൽ ഒന്നുകിൽ ഓമെന്നോ അല്ലെങ്കിൽ ഭദ്രകാളിയുടെ മന്ത്രമോ ഏതെങ്കിലും ഒന്ന് എഴുതുക. ക്ലെയിം എഴുതിയാലും മതി, ഭദ്രകാളിയെ വിളിച്ചു. അപ്പം അവൻ ഏറ്റവും വലിയ ജ്ഞാനിയായിട്ട് വരും, അവൻ ഏറ്റവും വലിയ ബുദ്ധിമാനായിട്ട് വരും. അവനെ ആരും ഒരിടത്തും മാറ്റി നിർത്തത്തില്ല. അവൻ ഏറ്റവും വലിയ ഇൻ്റലിജൻ്റ് ആയിരിക്കും, ഏറ്റവും മിടുക്കനായിരിക്കും. പക്ഷെ അതത്രയും നല്ല കാര്യമായതുകൊണ്ട് തന്നെ ഏറ്റവും കുറച്ച് ആളുകളാണ് വീഡിയോ കണ്ടത്. കാരണം അതുപോലുള്ള കാര്യങ്ങൾ ഒരുപാട് ഗുണം ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് നമുക്ക് കൂടുതൽ ആവശ്യം അങ്ങനെ രസമുള്ള കാര്യങ്ങളുടെ പുറകെ പോവുക, കോമഡികളുടെ പുറകെ പോവുക, അല്ലെങ്കിൽ ചുമ്മാ ഒരു കാര്യമില്ലാത്ത കാര്യങ്ങളുടെ പുറകെ പോവുക. ഇപ്പോൾ ഒരാളുടെ വീട്ടിൽ നടക്കുന്ന എന്തെങ്കിലും കോമഡികൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വീഡിയോയിൽ ആക്കി ഇടുകയാണെങ്കിൽ അത് രസമാണ് എല്ലാവർക്കും ഇഷ്ടം. പക്ഷെ നമ്മുടെ ജീവിതത്തിലെ പുതിയൊരു ഘട്ടത്തിൽ നിന്ന് വേറൊരു ഘട്ടത്തിലേക്ക് മാറ്റുന്ന കാര്യങ്ങൾ കഴിവതും ആളുകൾക്ക് അത്ര താല്പര്യമില്ല. അല്ലെങ്കിൽ എന്തെങ്കിലും രസകരമായ ചിരിപ്പിക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരു പ്രയോജനമില്ലാതെ വെറുതെ ചുമ്മാ കുറേ രസത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ, ഇത്തരം കാര്യങ്ങളോടാണ് എപ്പോഴും ആളുകൾക്ക് താല്പര്യം. നല്ല നല്ല കാര്യങ്ങളും ഒക്കെ വളരെ കുറച്ച് ആളുകൾ അറിയാൻ ശ്രമിക്കുന്നുള്ളൂ. അതൊന്നും ആരുടെയും കുറ്റം വന്നല്ലേ, അതൊക്കെ അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ നമ്മൾ നല്ല നല്ല കാര്യങ്ങൾ അറിയാൻ ശ്രമിക്കണം. നമ്മുടെ ജീവിതം മാറാൻ വേണ്ടി, അതിനുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടി ഒരു 10 മിനിറ്റെങ്കിലും ജീവിതത്തിൽ മാറ്റി വെക്കണം. അപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ഒരു യഥാർത്ഥ ലക്ഷ്യമുണ്ടാകുന്നത്. അല്ലെ അതുവരെ നമ്മൾ വേറെ ആരെങ്കിലും വിചാരിക്കുന്ന ഒരു കാര്യത്തിന് വേണ്ടി ജീവിക്കുന്ന ആളായിരിക്കും. നമ്മൾക്ക് വേണ്ടി ജീവിക്കണമെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ ഒരു ലക്ഷ്യമുണ്ടാകണമെങ്കിൽ നമ്മൾ അറിയേണ്ട കാര്യങ്ങൾ അറിയണം. അല്ലെങ്കിൽ മറ്റാരോ വിചാരിക്കുന്ന, മറ്റാരോ ഡിസൈൻ ചെയ്യുന്ന ഒരു ജീവിതമായിരിക്കും നമ്മൾ ജീവിച്ച് തീർക്കുന്നത്. ഇതുപോലെയുള്ള കാര്യങ്ങൾ അറിയുമ്പോഴാണ് നിങ്ങളുടെ കഴിവുകൾ, നിങ്ങൾക്ക് കിട്ടേണ്ട കാര്യങ്ങൾ, നിങ്ങളാകുന്നത്. അത്തരം കാര്യങ്ങളാണ് ഈ പറയുന്നത്. സത്യസന്ധമായ, സനാതനമായ, ശുദ്ധമായ നന്മയുടെ വഴികൾ മാത്രമാണിതെല്ലാം. അപ്പോൾ ഇത് എല്ലാവർക്കും പ്രയോജനം ചെയ്യട്ടെ. ഞാൻ എൻ്റെ അഭിപ്രായങ്ങളും നിരീക്ഷണങ്ങളും മാത്രമാണ് പറഞ്ഞത്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ സ്വീകരിക്കുക, അല്ലെങ്കിൽ തള്ളിക്കളയാം. അതിനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട്. എൻ്റെ കാഴ്ചപ്പാടുകളെ, എൻ്റെ അനുഭവങ്ങളെ ഒക്കെയാണ് പറഞ്ഞത്. അതിനെ അങ്ങനെ മനസ്സിലാക്കുക. ഞാൻ ഒന്നിനെ ആരോടും നിർബന്ധിക്കാറില്ല. നിങ്ങൾക്കിഷ്ടം പോലെ ചെയ്യാം. അതിനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട്. എൻ്റെ അനുഭവം പറയാൻ, എൻ്റെ കാഴ്ചപ്പാട് പറയാൻ, എൻ്റെ നിരീക്ഷണം പറയാൻ ഉള്ള സ്വാതന്ത്ര്യം എനിക്കുമുണ്ട്. അപ്പോൾ നല്ല കുറേ കാര്യങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. ഇഷ്ടമുണ്ടെങ്കിൽ സ്വീകരിക്കുക, അല്ലെങ്കിൽ തള്ളിക്കളയാം. ഓം കൃഷ്ണായ നമഃ. ശിവോഹം ശിവോഹം ശിവോഹം.